ആചാരങ്ങളിൽ വ്യത്യസ്തത നിലനിൽക്കുന്ന ഉത്തര കേരളത്തിൽ തന്നെ അപൂർവം ക്ഷേത്രം. ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലെ ക്ഷേത്രമില്ല ക്ഷേത്രം. ദക്ഷിണകാശിയായ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ആചാരപ്പെരുമകൾ നിറഞ്ഞതാണ്. ഉത്സവവുമായി ബന്ധപ്പെട്ട 4 ആരാധനകളിൽ അവസാനത്തെ ആരാധനാ പൂജയായ രോഹിണി ആരാധനയും ആലിംഗന പുഷ്പാഞ്ജലിയും സന്നിധിയിൽ നടന്നു. മഹാദേവന്റെ കോപം ശമിപ്പിക്കുന്നതിനായി വിഷ്ണു ഭഗവാൻ മഹാദേവനെ ആലിംഗനം ചെയ്ത് സാന്ത്വനിപ്പിക്കുന്ന പുരാവൃത്തം പുനരാവിഷ്കരിക്കുന്ന ചടങ്ങാണ് ആലിംഗന പുഷ്പാഞ്ജലി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലി നടന്നു. വ്രതാനുഷ്ഠാനങ്ങളോടെ എത്തിയ കുറുമാത്തൂരിലത്തെ മുതിർന്ന കാരണവർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. ശീവേലിക്ക് മുന്നോടിയായാണ് ആലിംഗന പൂജ നടന്നത്. ദക്ഷനാൽ അപമാനിതയായി യാഗാഗ്നിയിൽ സതീദേവി എരിഞ്ഞടങ്ങിയതറിഞ്ഞ് ഉഗ്രകോപിയായ ശിവനെ വിഷ്ണു ഭഗവാൻ ആലിംഗനം ചെയ്ത് സാന്ത്വനിപ്പിച്ചതിന്റെ അനുസ്മരണമായാണത്രേ ഈ ചടങ്ങ് നടത്തുന്നത്. രോഹിണി ആരാധനയ്ക്ക് തലേന്ന് ശനിയാഴ്ച മണത്തണ ഗോപുരത്തിലെത്തിയ നായ്ക്കൻ സ്ഥാനികൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ മണത്തണ ആക്കൽ തറവാട്ടിലേക്ക് ആചാരപൂർവ്വം സ്വീകരിച്ചു. ഞായറാഴ്ച രാവിലെ കുണ്ടേൻ ക്ഷേത്രത്തിലെത്തിയ സ്ഥാനികൻ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അക്കരെ കൊട്ടിയൂരിലെത്തിയത്. കൊട്ടിയൂരിലെത്തിയ സ്ഥാനികനെ തേടൻ വാര്യരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചാനയിച്ചു. ആക്കൽ കയ്യാലയിലെ വിശ്രമത്തിന് ശേഷം പുഷ്പാഞ്ജലിക്ക് സമയമായതോടെ തീർത്ഥക്കുളത്തിൽ കുളിച്ച് മുഖമണ്ഡപത്തിലെത്തി. ഉഷകാമ്പ്രം കൈപിടിച്ച് മണിത്തറയിൽ കയറ്റിയിരുത്തി മണിത്തറയിൽ പനയൂരും താഴെ പാലക്കുന്നം നമ്പൂതിരിയും കുറുമാത്തൂരിന് പരികർമ്മികളായി ഉണ്ടായി. കുറുമാത്തൂർ തറയിൽ കയറിയതോടെ വാദ്യക്കാർ ദ്രുതഗതിയിൽ വാദ്യങ്ങൾ മുഴക്കി. തുളസിക്കതിരും ജലവും ഉപയോഗിച്ചുള്ള പൂജയ്ക്ക് ശേഷമാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. പുഷ്പാഞ്ജലി കഴിഞ്ഞ് കുറുമാത്തൂർ തറയിൽ നിന്ന് ഇറങ്ങുന്നതുവരെ വാദ്യം തുടർന്നു. ഒടുവിൽ ഭണ്ഡാരം പെരുക്കി. തിരുവഞ്ചിറയിൽ പ്രദക്ഷിണം ചെയ്ത് പ്രസാദവും വാങ്ങി കുറുമാത്തൂർ സ്ഥാനികൻ മടങ്ങി.